ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ലോഗ് ഗൈസ്. ഇന്നൊരു സ്പെഷ്യലാണ് കേട്ടോ. ഇന്ന് വൈകുന്നേരം എന്താ നമുക്ക് ഇന്ന് വൈകുന്നേരം ഇഞ്ചിയൊക്കെ ചതച്ചാൽ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ചാലോ. ഇന്ന് വൈകുന്നേരം നമ്മൾ അടിപൊളിയായിട്ട് ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ചായയെല്ലാം വെച്ചിട്ട് അച്ഛനും കൊടുക്കും അമ്മയ്ക്ക് കൊടുക്കും. എന്നിട്ട് ഒരു റിയാക്ഷൻ നമുക്ക് നോക്കാം. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഉണ്ടാക്കിയ ചായനെ പറ്റി എന്താ പറയുക, അത് മാത്രമല്ല ചായ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ഇവിടെ വല്ല പണിയും ചെയ്യണമെന്ന് പറയും. ഇന്നലെ ഈ സമയമായപ്പോൾ ഇന്നലെ ഒരു ചേട്ടൻ വന്നിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു എന്താ പറയുക മുട്ടിയൊക്കെ ഇങ്ങനെ കൊത്തി നിൽക്കുക കേട്ടോ. അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഗണപതി നാരങ്ങേൻ്റെ മരത്തിൻ്റെ തൊട്ടപ്പുറത്താണ് മുട്ടിയൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടുത്താണ് വെട്ടിക്കൊണ്ട് വന്നത്. എന്നിട്ട് രാവിലെ നോക്കുമ്പോൾ ഗണപതി നാരങ്ങ 3 നിലത്ത് വീണ് നടക്കണം. 2 അധികം പൈത്തിട്ടൊന്നുമില്ല. പിന്നെ ഒന്ന് ചെറുതായിട്ട് പൈത്തിട്ടുണ്ട്, അത് ഞാൻ അകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ കുറച്ച് വെയിൽ ചൂടാകുമ്പോൾ നമുക്ക് പീസൊക്കെ ഇട്ട് അത് കഴിക്കാം. അതല്ല ഇപ്പോഴത്തെ കാര്യം. 2 ഇവിടെ കിടക്കുന്നുണ്ട്. അതിന് എന്ത് ചെയ്യുന്നു ചെള്ളാണത്. 2 ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടുന്ന് മുട്ടിയൊക്കെ വെട്ടി പോയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നാരങ്ങ. കാണുന്നില്ലേ, ആ നാരങ്ങ ഉണ്ടാവും അവിടെ. അത് വീണിട്ടില്ല. ഇതാണ് നാരങ്ങ മരം കേട്ടോ. ഇതുണ്ടോ 2 നിലത്ത് കിടക്കണമെന്നുണ്ടോ. ഇതധികം ആയിട്ടില്ല. ഇതുണ്ടോ മഞ്ഞ ചെറുതായിട്ട് വന്നിട്ടുള്ളൂ. ഇത് അത്രയ്ക്കും ചെള്ളാണിത്. ഇത് എവിടുന്ന വീണെന്നും പറയാൻ പറ്റില്ല. ഈ മുട്ടി അതിൻ്റെ മേൽക്കൂടെ വീണപ്പോൾ വീണ ഒന്നിന്. പിന്നെ വേറൊന്ന് അവിടെ കിടക്കണ്ടായിരുന്നു. അതിൽ ഞാനത് എടുത്തിട്ട് അകത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വെയിൽ കുറച്ച് ചൂടാകുമ്പോൾ നാരങ്ങ നമുക്ക് പീസാക്കിയിട്ട് കഴിക്കാം കേട്ടോ. എത്ര ഡ്രസ്സ് ഓർഡർ ചെയ്യണ? ഒരാഴ്ചയിൽ എത്ര ഡ്രസ്സ് ഓർഡർ ചെയ്യണ? ഇത് എത്രാം തീയതി ഇരുന്ന്? 19. നല്ല ഞാൻ മേടിച്ചേക്കൂല. 19-ാം തീയതി. അപ്പോൾ ഇന്ന് എത്രാം തീയതിയാ? 16, 17, 18, 19. ഇനി ദിവസമുണ്ട്. നീ എടുത്ത് വെച്ച് കൊടുക്കൂലേ? ഇനി അച്ഛനൊന്ന് ഓർഡർ ചെയ്ത് കൊടുക്കടി. അച്ഛന് നല്ല ഷർട്ട് ഓർഡർ ചെയ്യും. ഇല്ല അച്ഛന് ഷർട്ട് ഉണ്ടേ. അച്ഛൻ നല്ല കോട്ടൺ ഷർട്ട്. അത് അവള് പോവാണ്. എനിക്കിന്ന് എക്സാം ഇല്ലല്ലോ. നന്ദൂരില്ല എക്സാം? പൊളിറ്റിക്കലല്ലേ? കളി കഴിഞ്ഞോ? അല്ല നിന്റെ എക്സാം ഫുള്ളും കഴിഞ്ഞോ? നാളെ ഉണ്ടോ? ഏതാണ് അറിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ നാരങ്ങ കേട്ടോ. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് വൈത്തുണ്ട്. അപ്പോഴത്തേക്കും അവിടെ കണ്ടപ്പോൾ ഞാൻ അപ്പം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം വൈത്തിട്ടില്ല, എന്നാലും ചെറുതായിട്ട് വൈത്തുണ്ട് തോന്നുന്നുണ്ട്. മഞ്ഞ കളറൊക്കെ കുറച്ചധികം കയറി വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഉച്ചയ്ക്ക് ഇത് പീസാക്കാം. ഗൈസ് ഇപ്പോൾ 2:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ നാരങ്ങ പീസാക്കാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അമ്മ പണിക്ക് പോയതായിരുന്നു. അമ്മ മേപ്പാടി ടൗണിക്ക് പോയതാട്ടോ. ടൗണിക്ക് വന്ന അപ്പം തന്നെ ഇത് ആരുടെയൊക്കെ നൈറ്റ് കൊണ്ടുവന്നിട്ട് നല്ല തയ്ക്കലോ. എന്ത് തയ്ക്കലോ അറിയാം, നല്ല തയ്ക്കുന്നുണ്ട്. ഈ അമ്മയ്ക്ക് വല്ല തയ്ക്കണ കടയിലും പോയി ഇരുന്നാൽ മതി അല്ലേ? തയ്യലൊക്കെ പഠിച്ചതാ മോനെ. അതൊക്കെ അറിയാം. എന്നിട്ടാണ് കാലുവേദനയോ അതുകൊണ്ടാ പോവാത്ത. നാരങ്ങ ഞാൻ നേരത്തെ കട്ടലിന്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചാട്ടോ, ആരെടുക്കാതെ വെക്കാൻ വേണ്ടിട്ട്. കണ്ടോ, ഇതിന്റെ തൊലി ചെത്തി കഴിഞ്ഞാലുണ്ടല്ലോ ഒരു വെള്ള സാധനം കാണും. അത് തിന്നും എന്ത് മധുരമായിരിക്കും അറിയാം. നല്ല പൈത്താൽ നല്ല മധുരം ഉണ്ടാവും. നല്ല രസം തിന്നാന്. കിച്ചു അല്ല, കിച്ചു അമ്മ ആയിരിക്കൂല. അമ്മ കിങ്ങിണി വല്ലതും ചെയ്യും അമ്മ. കിങ്ങിണി തേങ്ങ ഒളിക്കാൻ പോകുന്നു ഗൈസ്. ഇതിന്റെ തൊലി എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനെ അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് ഇതങ്ങോട്ട് തിന്ന ഗൈസ്. ഇതാദ്യം അടിച്ചു വരട്ടെ. ഇങ്ങനെ അടിച്ചു വരൊന്നുമില്ല. ഇവിടെ തേങ്ങ പൊളിച്ചോണ്ട് നിൽക്കണം. നോക്ക്, ഫസ്റ്റ് 2 തേങ്ങ പൊളിച്ചോണ്ട് നിന്ന് പിന്നെ അത് കൊണ്ടേ വെച്ചത്. ഇതൊക്കെ ഇനി അടിച്ചു വാരണല്ലോ. ഇനിത് അടിച്ചു തരുമോ? എന്താ ഇനി അടിച്ചായിരിക്കും, എന്നാലും ഞാൻ തരുമല്ലോ. ഈ മധുരമുള്ള ഭാഗമല്ലേ, മധുരമുള്ള ഭാഗം വെച്ചാൽ ഈ ഭാഗമല്ലേ, ഇവിടെ കുറച്ച് മഞ്ഞ കളർ ഉണ്ടായിരുന്നു. ഈ ഭാഗം ഞാൻ കുറച്ച് വെട്ടി തിന്ന് നോക്കിയിരുന്നു. ഈ ഭാഗത്ത് നല്ല മധുരമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗം മൊത്തം നമുക്ക് എടുക്കാം. അടിപൊളിയായിട്ട് വെട്ടി പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. നമുക്ക് തിന്ന് നോക്കാം. എന്നിട്ട് ഞാൻ ഒരുപാട് തിന്നാണ്. പിന്നെ രണ്ടാമത് ഞാൻ തിന്ന് കഴിഞ്ഞിട്ട് റിസൾട്ട് പറഞ്ഞുതരാം കേട്ടോ. എന്ത് മധുരം അറിയാം. എന്തോ ടേസ്റ്റ്, നല്ല മധുരം ഉണ്ട് കേട്ടോ ഭാഗം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഫുള്ളും തീർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും രാവിലെ പറഞ്ഞ സാധനം ചെയ്യാം. ചായ നല്ല ഇഞ്ചൊക്കെ ഇട്ട് ചതച്ചിട്ട് നമുക്ക് ചായ ഉണ്ടാക്കാൻ പോയി. ഇത് തിന്ന് കഴിഞ്ഞിട്ട് മെല്ലെ അകത്ത് കയറുക. അതിനെക്കാട്ടി പിന്നെ ഇത് തിന്നണതിന് മുന്നേ ഞാൻ ഇപ്പോൾ പോയി മൊബൈൽ കുറച്ച് കുത്തിയിടും. ചാർജ് ഇപ്പോഴും കുറവാണ്. അപ്പോൾ എന്തായാലും മൊബൈൽ കുത്തിയിട്ട് കഴിഞ്ഞിട്ട് ഇതെല്ലാം തിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ചായ ഉണ്ടാക്കാൻ പോകട്ടെ. നല്ല ഇഞ്ചൊക്കെ കുത്തി ചതച്ചിട്ടിട്ട് അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കാം. നമുക്ക് സെറ്റ് ആക്കട്ടോ. വൈകുന്നേരമാണ്, കുറച്ച് ലൈറ്റിങ് കുറച്ച് ഡള്ളായിരിക്കും. അപ്പം അത് ഇഗ്നോർ ചെയ്യാം. ഓക്കെ, ഇപ്പം മണി എന്ന് പറഞ്ഞ് ഇപ്പം മണി
നന്ദോ നിന്റെ നായിനെ എവിടെയും പൂട്ടി അടച്ചു. ഇന്നൊരു പ്രത്യേക ദിവസം തോന്നുന്നു. കാരണം എന്താണ്, ഫുള്ള് കാർമയൊക്കെ മൂടി കിടക്കണ്ട, ആകാശം മുഴുവനും ഫുള്ള് ഇരുട്ടാട്ടോ. നോക്ക്, ഒരു സൂര്യനെയും കാണുന്നില്ല, ചന്ദ്രനെയും അത് കാണുന്നില്ല. ആ ഭാഗത്ത് കൂടെ ആണ്. വീട്ടിലെത്തുമ്പോഴത്തേക്കും മഴ പെയ്തായിരുന്നു. നന്ദോ മിന്നൽ വന്ന കഴിഞ്ഞ് കിട്ടും ആകാശത്ത്. നോക്ക്, ഒരു മിന്നൽ വന്നാ കൊല്ലം കഴിഞ്ഞ്. എന്തോ നമ്മളെ തലേനെ വരെ കറുപ്പ് തെറിച്ചില്ല, അതോ കാറ്റൊക്കെ. നിന്റെ രോമം മേലോട്ട് ആയോക്കിയോളൂ, മേലോട്ടായി നമ്മളിപ്പോൾ ഇടിയിൽ പെടും. നടന്നു ക്ലിയർ ടൈം സാധനം കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ മഴ ക്ലിയർ സമയത്ത് പെയ്യുന്നു. അമ്പ എന്ത് മഴ അറിയാം. അവിടുന്ന് ഒരു ഇടി ഇങ്ങനെ ഒരു മിന്നലും കൊണ്ട് പോയി ഫ്രണ്ട് കൂടെ. സ്പെഷ്യലമ്മ ഇന്നേ ഇപ്പോ ചായ ഉണ്ടാക്കാൻ പോകും. ഇഞ്ചി ചതച്ച് വെച്ചിട്ട് ചായ അമ്മ ഇതൊന്നും കഴിയുന്നത്. ഫസ്റ്റ് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അത് കുറച്ച് നേരം തിളച്ചിട്ട് കുറച്ചു നേരം തിളച്ചിട്ടുണ്ടല്ലോ. ഇതിലേക്ക് കാപ്പിപ്പൊടി, ഇതാ ഇഞ്ചി ഇവിടെ ഉണ്ട്, കാപ്പിപ്പൊടി, ചായപ്പൊടി. അച്ഛാ മറ്റേ കാപ്പി ഉണ്ടാക്കൂലേ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട്, കാപ്പിപ്പൊടിയാണോ ചായപ്പൊടിയാണോ? കാപ്പിപ്പൊടി ആദ്യം ഇടാം, കാപ്പിപ്പൊടി ആദ്യം ഇടാം, എന്നിട്ട് ഇഞ്ചി ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഞ്ചസാര ഇടാം കേട്ടോ. ഇതാണ് നമ്മുടെ ഇടിക്കല്ലോ, അങ്ങനത്തെ ചെറിയ ടൈപ്പ് കല്ല്. പണ്ടേ തൊട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പണ്ടുള്ളവരൊക്കെ ഉപയോഗിക്കണം കേട്ടോ. അതുണ്ടാവും. അപ്പം ഇത് ഇഞ്ചി ഇതിലിട്ടിട്ട് 2 ഇട്ടി അടിച്ചിട്ട് നമ്മൾ ചായക്ക് ഇടാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് പഞ്ചസാര നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ടോ ഇഞ്ചി ഇട്ട് ചായ കുടിക്കണ്. ചായ അല്ലേ, കാപ്പി അല്ലേ? കാപ്പി. ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് കാപ്പി ആദ്യമായിട്ട് കുടിക്കണാണ്. ഇത് രസം ഉണ്ടാവുന്നൊക്കെ ഓരോരുത്തർ പറയണ്. ഞാൻ അതിനായിട്ട് കുടിച്ചില്ല. നമുക്ക് എന്തായാലും ഇതായി കഴിഞ്ഞിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും കുടിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിക്കാൻ കറി എന്താ അറിയോ? കറി ചിക്കൻ കറി ഉണ്ട്. ഇന്ന് വൈകുന്നേരം ചിക്കൻ മേടിച്ചിരുന്നു. ഞാനും നന്ദു പോയിപ്പോ ഇതാരാ വിളിച്ചേ? ജിമ്മി വന്നോ? ഉണ്ണിയാപ്പ വന്നിക്കണേ. അപ്പം ജിമ്മിനെ വിളിച്ചു കൊടുക്കുക. ജിമ്മി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകും. അപ്പോൾ കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വിളിച്ചതാ. ബാക്കി എങ്ങനെയാ അമ്മ ഇതുവരായിട്ട് നിന്ന് കഴിഞ്ഞില്ല. ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ, ചൂടാറട്ടെ. അത് ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. ഫോൺ ഹീറ്റായിട്ട് ഫ്ലാഷ് ഓൺ ആക്കാൻ പറ്റില്ല. ഫോൺ ഹീറ്റായിട്ട് ഫ്ലാഷ് ഓൺ ആക്കാൻ പറ്റില്ല. അല്ല നന്ദു, നാളെ നമുക്ക് എന്താ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുക? നാളെ നമുക്ക് റൊട്ടീൻ ഉണ്ടാക്കിയ. റൊട്ടീന് ചൂടുണ്ട്, അധികം ചൂടാറിയിട്ടില്ല. പുക ഇങ്ങനെ വറക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്തൊന്നും അധികം പുക വറക്കാത്ത കേട്ടോ. ചായക്കും അത്രയ്ക്ക് മറ്റേ ഇങ്ങനെ മഞ്ഞോ ആവിയൊന്നും അധികം കാണാത്ത അങ്ങനത്തെ സ്ഥലമാണ് ഇത്. എന്താ ഒപ്പിച്ചിട്ടുള്ള പോക്കാ? എന്താ വായ്പുണ്ട് നിനക്ക്? പൊള്ളി ഒന്നും ചെയ്യണ്ട, കൊഴപ്പല്ല. ഒന്നും ചെയ്യണ്ടമ്മാ. കൊഴപ്പല്ല. ഒരു സാധാരണ ചുവ പോലെയാണ്. പിന്നെ ഇഞ്ചിന്റെ ചെറുതൊരു ചുവ പോലെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം പറയാം, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മ മസാല അതല്ല, പൊടിയല്ല. ഞാൻ ചായന്റെ കാര്യം പറഞ്ഞേ. അമ്മ നേരത്തെ അച്ചാർ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അമ്മ വിചാരിച്ചു അച്ചാറിനെ പറ്റി പറയായിരിക്കുന്നു. ഞാൻ സംഭവം ചായനെ പറ്റി പറഞ്ഞേ. രസമല്ല അവിടെ. ഇപ്പൊ കുറച്ച് കുടിച്ച ടേസ്റ്റ് അധികം ചൂടൊന്നുമില്ല. രക്ഷിക്കുന്നു. എന്താ എവിടെ വെച്ചേക്ക? അധികം പോരാ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഒരുമാതിരി
സാധാരണ കാപ്പി വെച്ചാല് സാധാരണ കാപ്പിയിൽ ഒരു കുറച്ച് ഇഞ്ചിന്റെ പൊടി ഇട്ടിട്ട് പഞ്ചസാര കുറച്ചിട്ടിട്ട് കുടിക്കണ പോലെ ഉണ്ട്. ആ ഇഞ്ചിന്റെ അല്ലാട്ടെ, ഇഞ്ചി ഇട്ടാ അതിന്റെ ഒരു ടെക്സ്ചർ ഇട്ടുണ്ട്. ഇതൊരുമാതിരി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുടിച്ച എന്തിനാണോ അത് ഇവിടെ 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 കുടിച്ചത് ഇവിടെ വെക്കണം. കുടിച്ചതല്ല ഇവിടെ വെക്കാം. ഞാനേ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, അപ്പത്തേക്ക് ഒരാൾ ഗ്ലാസ് കൊണ്ട് എടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് കുടിച്ച് കഴിഞ്ഞിട്ട് രസമില്ലാണ് ഒരു ചെറിയ ഇത് പറയാ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ വരാം കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാൻ തുടങ്ങട്ടെ. സമയം തീരല്ല, എഡിറ്റ് ചെയ്യാൻ തുടങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് ഷോർട്സ് എഡിറ്റ് ചെയ്യാണ്ട് അപ്ലോഡ് ആക്കാണ്ട് ഒക്കെ ബിസി ആയ കാര്യങ്ങളാട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. നാളെ ഇതിനെക്കാട്ടി അടിപൊളിയാക്കാൻ പറ്റുമോ നോക്കട്ടെ. എനിക്ക് ഇനി ഇമ്പ്രൂവ് ആക്കണമെന്നുണ്ട് എന്നല്ല, എനിക്ക് ഇനിയും ഇമ്പ്രൂവ് ആക്കണം. ഇനി ഇഷ്ടം പോലെ ഇമ്പ്രൂവ് ആക്കാനുണ്ട്, സ്കില്ല് ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ നാളെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം. ടാറ്റാ.